ഇരിക്കൂർ ഉപജില്ലയിലെ മികച്ച സ്കൂളുകളിൽ ഒന്നാണ് നിടുവാലൂർ എ.പി. സ്കൂൾ. മികവുറ്റ അക്കാദമിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന വിദ്യാലയമാണ് നമ്മുടേത്. അക്കാദമിക മേഖലയിൽ മുഖ്യ വിഷയങ്ങളോടൊപ്പം പൊതുവെ വിദ്യാലയങ്ങളിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാത്ത പ്രവൃത്തി പരിചയം, ആരോഗ്യകായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം എന്നീ വിഷയങ്ങൾ കൂടി ഉൾച്ചേർത്തുകൊണ്ട് കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികാസം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ മികവ് പ്രവർത്തനമായ എൻ്റെ വിദ്യാലയം സർഗവിദ്യാലയം പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. അന്യം നിന്നു പോകുന്ന കൃഷിയിടങ്ങളെ തിരിച്ചുപിടിക്കുന്നതിനും പാഠാനുബന്ധ പ്രവർത്തനങ്ങളായി വയലിടം, തനതിടം, പുതുതലമുറയിൽ നാടൻ കളികളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിനായി ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നാടൻ കളി കാർണിവൽ, കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനുമായി സ്കൂൾ സർഗവേദി എന്നിങ്ങനെ 4 ഘട്ടങ്ങളാണ് എൻ്റെ വിദ്യാലയം സർഗവിദ്യാലയം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. ഈ പദ്ധതിയുടെ 4 ഘട്ടങ്ങളെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്കിവരോട് ചോദിച്ചറിയാം. എൻ്റെ വിദ്യാലയം സർഗവിദ്യാലയം പദ്ധതിയിലെ 4 ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടമായിട്ടുള്ള എഴുത്ത് സർഗാത്മകമാകുമ്പോൾ എന്ന ഘട്ടത്തെ പറ്റി നമുക്ക് ആവണിയോട് ചോദിച്ചറിയാം. 2024-25 വർഷത്തെ തനത് പ്രവർത്തനത്തിന്റെ ഭാഗമായി 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ എൻ്റെ വിദ്യാലയം സർഗവിദ്യാലയം എന്ന പുസ്തകത്തിൽ കഥ, കവിത, ആസ്വാദനക്കുറിപ്പ്, അനുഭവക്കുറിപ്പ്, ഓർമ്മക്കുറിപ്പ് എന്നിവയെല്ലാം ഉൾപ്പെടുത്തി മധുര മലയാളം, അനുഭവസാഗരം, ജീവമൊഴികൾ എന്നിങ്ങനെ വിവിധങ്ങളായ പേരുകളിൽ മികച്ച 25ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ജൂൺ മാസം മുതലേ ആരംഭിച്ചിരുന്നു. ജൂൺ മാസത്തിൽ മറ്റു പുസ്തകങ്ങളിലെ രചനകൾ പകർത്തിയെഴുതിയും ജൂലൈയിൽ അനുഭവക്കുറിപ്പ്, ഓഗസ്റ്റിൽ ഓർമ്മക്കുറിപ്പ്, സെപ്റ്റംബറിൽ യാത്രാവിവരണം, ഒക്ടോബറിൽ കഥ, നവംബറിൽ കവിത, ഡിസംബറിൽ ആസ്വാദനക്കുറിപ്പ് എന്നിങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളായിരുന്നു ഓരോ മാസവും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ഡിസംബർ മാസാവസാനം ഓരോ കുട്ടിക്കും ഓരോ പുസ്തകം എന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചുവെങ്കിലും നിലവിൽ മികച്ച 25 പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൽ ശ്രീ രാധാകൃഷ്ണൻ മാണിക്കോത്ത് ഈ പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിക്കും. വേനലവധിക്കാലത്ത് ഈ പദ്ധതിയുടെ തുടർ പ്രവർത്തനമെന്നോണം സ്കൂളിലെ 22 അയൽ-PTA കേന്ദ്രങ്ങളിൽ വായനാക്കൂട്ടങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്തതായി വയലിടം തനതിടം പദ്ധതിയെ പറ്റി അശ്വിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. വയലിടം തനതിടം എന്ന പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ കോമ്പൗണ്ടിലെ കൃഷിയിടത്തിൽ ജൂലൈ മാസം കുട്ടികൾ മുൻകൈ എടുത്ത് നെൽകൃഷി ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് PTA അംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്കൂളിലെ പാചക തൊഴിലാളി സംഭാവന ചെയ്ത വയലിൽ നെൽകൃഷി ഇറക്കി. കുട്ടികളിൽ കൃഷി ചെയ്യാനുള്ള താല്പര്യത്തെയും ആത്മവിശ്വാസവും വളർത്തിയെടുക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചു. കൃഷിയുടെ ഭാഗമായി നിലമൊരുക്കിയതും വിത്ത് വിതച്ചതും ഞാറ് നട്ടതും കൊയ്തതുമെല്ലാം തന്നെ കുട്ടികളുടെ നേതൃത്വത്തിലാണ്. കൊയ്ത്തോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾ തന്നെ വയലിലിറങ്ങി കൊയ്തു. അത് അവരിൽ പുത്തൻ അനുഭവങ്ങൾ സമ്മാനിച്ചു. ഇതിന്റെ ഭാഗമായി 35 കിലോഗ്രാമോളം നെല്ല് ലഭിക്കുകയും ലഭിച്ച അരി ഉപയോഗിച്ച് കുട്ടികൾക്ക് തന്നെ പുത്തരി പായസം വെച്ച് കൊടുക്കുകയും ചെയ്തു. നാടൻ കളി കാർണിവലിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് അനാമിയോട് ചോദിച്ചറിയാം. വർഷങ്ങളായി നെടുവാലൂർ എ.പി. സ്കൂളിലെ കുട്ടികൾ നാടൻ കളിയിൽ പ്രാവീണ്യം തെളിയിച്ചവരാണ്. ആരോഗ്യ കായിക വിദ്യാഭ്യാസം ഉൾച്ചേർത്തുകൊണ്ട് തലമ, ഡപ്പ, അക്ക്, അച്ചിങ്കോലും, കുട്ടിങ്കോലും, കൊത്തങ്കല്ല് തുടങ്ങിയ നിരവധി കളികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നാടൻ കളി കാർണിവൽ സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണ നാടൻ കളി കാർണിവൽ വീക്ഷിക്കുന്നതിനും പഠനവിധേയമാക്കുന്നതിനും SSCRT, NCRT അടങ്ങുന്ന 3 അംഗ സംഘം സ്കൂളിലെത്തിയെന്നത് കാർണിവലിന്റെ ശോഭ വർദ്ധിപ്പിച്ചു. ഇത്തരത്തിലുള്ള നാടൻ കളി കാർണിവലുകൾ കുട്ടികളുടെ കായിക അഭിരുചി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അന്യം നിന്നു പോകുന്ന നമ്മുടെ തനതായ നാടൻ കളികളെ സംരക്ഷിക്കുന്നതിനും സഹായകമാവുന്നു. എൻ്റെ വിദ്യാലയം സർഗവിദ്യാലയം പദ്ധതിയുടെ 4ാമത്തെ ഘട്ടമായിട്ടുള്ള സ്കൂൾ സർഗവേദിയുടെ പ്രവർത്തനങ്ങളെ പറ്റി ശ്രീലക്ഷ്മിയിൽ നിന്നും നമുക്ക് കേൾക്കാം. നെടുവാലൂർ എ.പി. സ്കൂളിലെ വിദ്യാർത്ഥികളിൽ അന്തർലീനമായ കഴിവുകൾ പുറത്തു കൊണ്ടുവരികയും അവ വളർത്തിയെടുക്കുന്നതിനും വേണ്ടി രൂപം നൽകിയതാണ് സ്കൂൾ സർഗവേദി. സ്കൂൾ സർഗവേദിയുടെ കീഴിൽ വോയിസ് ഓഫ് ഏഞ്ചൽസ്, പാവനാടക ട്രൂപ്പ് എന്നിങ്ങനെ 2 ട്രൂപ്പുകളാണ് നിലവിൽ ഉള്ളത്. ഗാനാലാപനത്തോട് താല്പര്യമുള്ള കുട്ടികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ട്രൂപ്പാണ് വോയിസ് ഓഫ് ഏഞ്ചൽസ്. പാവനാടകത്തിനോട് താല്പര്യമുള്ള കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മറ്റൊരു ട്രൂപ്പാണ് പാവനാടക ട്രൂപ്പ്. നാടകത്തിന് ആവശ്യമായ സ്ക്രിപ്റ്റും കഥാപാത്രങ്ങളായ പാവകളെയും തയ്യാറാക്കുന്നത് കുട്ടികൾ തന്നെയാണ്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ 2 ട്രൂപ്പുകളുടെയും അവതരണം നടക്കും. നന്ദി, നമസ്കാരം.